അപ്പോൾ നീതിന്യായ വ്യവസ്ഥകളുടെ കൃത്യമായ ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമവ്യവസ്ഥകളുടെ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാംസ്കാരിക മന്ത്രി എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? എല്ലാം നിയമവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത മന്ത്രിമാർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനവും നിർത്തി. കംപ്ലീറ്റ് ഈ വിഷയം വന്നതോടുകൂടി അദ്ദേഹം കാണാനും പോലുമില്ല. ചോദ്യങ്ങൾക്ക് പോലും വന്നാലും അദ്ദേഹം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടി പറയില്ലല്ലോ. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചോദ്യത്തിനല്ലേ മറുപടി പറയുള്ളൂ. സർക്കാർ ഇവരെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ കുറ്റവാളികളായ ആളുകളെ, ആരോപണ വിധേയരായ ആളുകളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് തുടക്കം മുതൽ നടക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 4.5 വർഷക്കാലം ഇത് പൂഴ്ത്തിവെച്ചതും ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ധൈര്യം പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വന്ന് കുറേ വിവരങ്ങൾ പറഞ്ഞു. ആ വിവരങ്ങൾ പറഞ്ഞിട്ടും അത് കൃത്യമായി അന്വേഷിച്ച് കൃത്യമായി കേസെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമമല്ല. അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുക. യഥാർത്ഥത്തിൽ കുറ്റവാളികൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. എല്ലാ തണലും ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് പറ്റാൻ പോകുന്ന അബദ്ധം, ഇത്രയെല്ലാം കുഴപ്പം ചെയ്തിട്ടും ഇവർക്കൊന്നും ഒരു ചുക്ക് സംഭവിച്ചില്ല എന്ന് വരുന്നത് ഇനി വരാനുള്ള കാലത്ത് ഈ രംഗം കൂടുതൽ വഷളാകാൻ വേണ്ടി മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. മാത്രമല്ല, ആളുകൾക്ക് ഭയമാവും. ഇത്രയും വലിയ ആളുകൾക്കെതിരായിട്ട് ധൈര്യമായി വന്ന് അഭിപ്രായം പറഞ്ഞിട്ടും ഒരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവില്ല, പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല, നിയമപരമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ നിരാശയിലേക്ക് അത് പോകും. അപ്പോൾ നീതിന്യായ വ്യവസ്ഥകളുടെ കൃത്യമായ ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമവ്യവസ്ഥകളുടെ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാംസ്കാരിക മന്ത്രി എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? എല്ലാം നിയമവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത മന്ത്രിമാർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനവും നിർത്തി. കംപ്ലീറ്റ് ഈ വിഷയം വന്നതോടുകൂടി അദ്ദേഹം കാണാനും പോലുമില്ല. ചോദ്യങ്ങൾക്ക് പോലും വന്നാലും അദ്ദേഹം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടി പറയില്ലല്ലോ. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചോദ്യത്തിനല്ലേ മറുപടി പറയുള്ളൂ.